സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ടിന്റെ ജില്ലാതല റെസിഡൻഷ്യൽ ക്യാമ്പ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. കണ്ണൂർ സിറ്റി പരിധിയിലെ 36 സ്കൂളുകളിൽ നിന്നായുള്ള 300ഓളം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന 300 കേഡറ്റുകളെ 7 ഗ്രൂപ്പുകളായി തിരിച്ച് വിവിധ ആക്ടിവിറ്റികളാണ് 3 ദിവസങ്ങളിലായി SPC റെസിഡൻഷ്യൽ ക്യാമ്പിൽ നടക്കുന്നത്. ക്യാമ്പിൽ ഫീൽഡ് വിസിറ്റ്, ഫിസിക്കൽ ട്രെയിനിംഗ്, വാന നിരീക്ഷണം, വനം വകുപ്പ് ഡോക്യുമെന്ററി പ്രദർശനം, കലാപരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്തരിച്ച വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് ക്യാമ്പിന് തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സംവിധാനം ഇന്ന് വലിയ ആവേശമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള സേനകൾ എന്ന് പറയുന്ന NCCയും സ്കൗട്ടും ഗൈഡും ഒക്കെയായിരുന്നു. പിന്നെ NSS ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുമൊക്കെയാണ് വിദ്യാർത്ഥികളെ പ്രവർത്തിച്ചിരുന്നത്. NCC കയറുന്ന മുമ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്ന ഒന്ന്. എന്നാൽ SPC ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ ഏറ്റവും മികവുറ്റ ഒരു സേനാ അംഗമായി നമ്മുടെ SPCക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 1000ഓളം വിദ്യാലയങ്ങളിൽ SPC സംവിധാനം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കേരളത്തിൽ ആരംഭിച്ച SPC സംവിധാനം എന്ന് നമ്മുടെ രാജ്യത്തുടനീളം ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. മട്ടന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുഗതൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നോഡൽ ഓഫീസറായ കണ്ണൂർ സിറ്റി അഡീഷണൽ SP KV വേണുഗോപാൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MT നാസർ ഐസ് ബ്രേക്കിംഗ് സെഷൻ ക്ലാസ് എടുത്തു. കണ്ണൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ KN ബാബു മഹേശ്വരി പ്രസാദ്, P ശ്രീജ, KP രാജേഷ്, MP പ്രീതി, നൌഷാദ് മൂപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. 28-ന് രാവിലെ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സല്യൂട്ട് സ്വീകരിക്കും. തുടർന്ന് കേഡറ്റുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഫീൽഡ് വിസിറ്റോടെ ക്യാമ്പ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.